നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ശരിക്കും ഗ്രീൻ ഗ്ലോബൽ ചാനലിൽ മുൻപ് ഈ വിഷയം ചെയ്തിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് CBIയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ നമ്മളാണ്. അതിനുശേഷമാണ് മറ്റ് ഓൺലൈൻ ചാനലുകളും പത്രങ്ങളും മീഡിയകളും എല്ലാം പറയുകയും അവരുടെ ഭാര്യ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതി പോവുകയൊക്കെ ചെയ്തത്. നമ്മൾ അവർക്ക് തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തു, ആ ഫാമിലിക്ക് തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തു, പത്തനംതിട്ടക്കാർക്കെല്ലാം അയച്ചു കൊടുത്തു. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം, അതായത് ADM നവീൻ ബാബുവിൻ്റെ മരണം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. PP ദിവ്യ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കണ്ണൂർ ജില്ലാ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടി കമ്മിറ്റി അംഗവുമൊക്കെ ആയിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടെ ആയിരുന്ന PP ദിവ്യ, അവർ പർപ്പസായി അവരുടെ പരിചയമുള്ളതോ ബന്ധുവായിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രശാന്തിന് പമ്പ് കൊടുക്കുന്നതിൽ NOC കൊടുക്കുന്നതിൽ സമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ നവീൻ ബാബുവിൻ്റെ സെൻഡ് ഓഫ് ദിവസം പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് അദ്ദേഹത്തിനെ പീഡിപ്പിച്ച് മാനസികമായി ബലാത്സംഗം ചെയ്ത് വേണ്ട കുഴപ്പമാക്കി അദ്ദേഹത്തിന് വിട്ടു. അദ്ദേഹം അന്ന് ആത്മഹത്യ ചെയ്തു. അവസാനം കളക്ടറുണ്ടല്ലോ, ആ കളക്ടറും അതിനകത്ത് വലിയ പങ്കുണ്ട്. കളക്ടർ രാവിലെ നടത്താനിരുന്ന പരിപാടി വൈകുന്നേരമാക്കിയതിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത ഫംഗ്ഷനിൽ അവർ വിളിച്ച് കയറി വന്നതും വിളിച്ചതും പ്രസംഗിച്ചതും അവർ മീഡിയക്കാരെ അവിടെ വിളിച്ചതും എല്ലാം ആസൂത്രിത നാടകമായിരുന്നു. എന്നിട്ട് അവരിപ്പോൾ ജാമ്യത്തിലുണ്ട്. ആ കേസിലാണ് പ്രശാന്ത് എന്ന് പറയുന്ന ആളിനെ വിസ്തരിച്ചിട്ടില്ല. പ്രശാന്ത് ഒരു കത്ത് കൊടുത്തതായി പറയുന്നു. പക്ഷേ പ്രശാന്തിൻ്റെ കത്തല്ല മുഖ്യമന്ത്രി ഓഫീസിൽ വന്നിട്ടുള്ള ഒപ്പിലുള്ളത്. അത് കള്ളത്തരം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ആരാണ് കത്തയച്ചത് ആർക്കും അറിയില്ല. വിജിലൻസിനൊരു പരാതി കൊടുക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് അദ്ദേഹം പരാതി കൊടുത്തില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് SIT എന്ന് പറയുന്ന സംവിധാനം ഈ പ്രശാന്തിനെയോ മറ്റ് സാക്ഷികളെയോ കൃത്യമായി ചോദ്യം ചെയ്തില്ല. ജില്ലാ പഞ്ചായത്തിലെയും കളക്ടറേറ്റിലെയും ഉദ്യോഗസ്ഥരെ കൃത്യമായി ചോദ്യം ചെയ്തില്ല. എന്തൊരു ദുരന്തമാണ് ഇവിടെ സംഭവിക്കുന്നത്. വളരെ കഷ്ടമാണ് ഈ രാജ്യത്തിൻ്റെ കാര്യം, സംസ്ഥാനത്തിൻ്റെ കാര്യം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. രാജ്യത്തിൻ്റെ നിലവിലെ സംസ്ഥാനത്തിൻ്റെ കാര്യം വളരെ ഗതികേടാണ്. നമുക്കൊരു ഭരണകൂട വ്യവസ്ഥ നമ്മുടെ കയ്യിലുണ്ട്, ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, നമുക്കൊരു സംവിധാനം കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിയവാസം നമുക്ക് കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. കണ്ണൂരിൽ നോക്കൂ, ജയിലിൽ കിടക്കുന്ന പരോളിൽ ഇറങ്ങുന്നവർ റോഡിൽ നിന്ന് മദ്യപിക്കുന്നു, ജയിലിലേക്ക് കടത്തിവിടുന്നവർക്ക് ലാൽ സലാം പറയുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ? എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന കുറേ കമ്മി സുഡാപ്പി കൊങ്ങി തൊഴിലാളികളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ അല്ലാത്ത കുറേ ന്യായീകരണക്കാരുകളുണ്ട്. ഞങ്ങളൊന്നും ഒരു വിഷത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. എന്തൊരു നാടാണിത്? അവസാനം ഈ കേസ് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പോൾ കോടതിയിൽ വീണ്ടും അവർ ഹൈക്കോടതി ഭരിക്കുന്നു, ഫയലുകൾ സ്വീകരിച്ചിരിക്കുന്നു. മഞ്ജുഷ കൊടുത്ത കേസ് നേരത്തെ അത് തള്ളിപ്പോയതാണ്. ഹൈക്കോടതിയിൽ നിന്ന് CBI അന്വേഷണത്തിന് തള്ളിയതാണ്. അത് അവസാനം സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ കേസെടുത്തില്ല, അവിടെ നിന്നും തള്ളിക്കളഞ്ഞു. അവസാനം വീണ്ടും വീണ്ടും മഞ്ജുഷ കേസ് കൊടുത്തിരിക്കുകയാണ്, ഇത് CBI അന്വേഷിക്കണമെന്നുള്ള നിലയിൽ. എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഭരണകൂടത്തിൻ്റെ സംവിധാനമുണ്ടെങ്കിൽ, പാർട്ടി കയ്യിലുണ്ടെങ്കിൽ, ഭരണം കയ്യിലുണ്ടെങ്കിൽ എന്തും കാണിക്കാം. ആരെയും കൊല്ലാം പ്രേരണയാകാം, ആത്മഹത്യക്കുള്ള പ്രേരണയാകാം, എന്തും ചെയ്യാവുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയായി നമ്മൾ മാറിയിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് മുകളിൽ പരുന്തും പറക്കില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ്. എല്ലാ കാര്യത്തിലും ഒരുതരം ഗുണ്ടായുസവും പരിപാടികളുമായിട്ടാണ് നാട് നീങ്ങുന്നത്. പക്ഷേ ഇത് ആരോടാ പറയുക? നമുക്ക് ആരോടെ ചെന്നൊന്ന് ചോദിക്കുക? നീതിബോധവും ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിലാണല്ലോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുക. എല്ലാ കാര്യങ്ങളെയും വിവാദമാക്കി തനിക്കാക്കി വടക്കാക്കി നടക്കുന്ന ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്നൊരു നാട്ടിൽ ഇത് ആരോടാണ് പറയാൻ പറ്റുക? ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദിവ്യമാർ വാഴട്ടെ, നവീൻ ബാബുമാർ ഇനിയും ഒരുപാട് പേരുണ്ട്, അവർ ആത്മഹത്യ ചെയ്യട്ടെ, മഞ്ജുഷമാർ കോടതികൾ കയറി ഇറങ്ങട്ടെ. നമുക്കിങ്ങനെ റീൽസ് ഇട്ടും അതുപോലെ തന്നെ നമുക്ക് സ്തുതി പാടിയും ക്യാപ്റ്റനും കപ്പിത്താനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കാരണഭൂതനെന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ സ്തുതിപാഠകരായി നടക്കാം. എന്തൊരു ഗതികേടാണ് ഒരു നാടിന് സംഭവിക്കുന്നത്. ക്രിമിനൽ കുറ്റം ചെയ്താൽ പോലും സുലഭമായി ഇവിടെ വിലസി നടക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നെന്ത് ജനാധിപത്യം, എന്ത് ക്രമസമാധാനം?